പാർലമെന്റ് ഇലക്ഷനിൽ അടൂർ പ്രകാശിന്റെ വിജയത്തിനായി UDF-നൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വർക്കല നിയോജക മണ്ഡലം കമ്മിറ്റി. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് സമയത്ത് UDF-മായി സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടായതിനെ തുടർന്ന് ദീർഘനാളായി വർക്കല UDF മുന്നണിയിൽ ഉൾപ്പെടാതെ മാറി നിന്ന് പ്രവർത്തിക്കുകയായിരുന്നു മുസ്ലിം ലീഗ് എന്നും ഇന്ത്യ എന്ന മഹാരാജ്യത്തെ വർഗീയ ശക്തികളിൽ നിന്ന് രക്ഷിച്ച് മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി വിജയിക്കേണ്ടത് ആവശ്യമാണെന്നും കോൺഗ്രസിന് ഒരു പടി മുന്നിൽ നിന്നുകൊണ്ട് അടൂർ പ്രകാശിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നും വർക്കല താലൂക്ക് പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് വർക്കല നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ദാവൂദ് മാധ്യമങ്ങളോട് പറഞ്ഞു. വർക്കല നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിലനിന്നിരുന്നു. അതിനൊരു പരിഹാരം ഇതേവരെ ഒരു ചർച്ചയോ കാര്യങ്ങളോ നടന്നിട്ടില്ല. എന്നിരുന്നാലും നിലവിലെ സാഹചര്യം മനസ്സിലായിക്കൊണ്ട് മുസ്ലിം ലീഗ് വർക്കല നിയോജകമണ്ഡലം കമ്മിറ്റി ഐക്യകണ്ഠേന UDF-ന് പിന്തുണ കൊടുക്കുവാനും അതുപോലെ തന്നെ അടൂർ പ്രകാശിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാനും തീരുമാനിക്കുകയുണ്ടായി. നിലവിലെ സാഹചര്യം എല്ലാവർക്കും അറിയാമല്ലോ. വളരെ മോശമായ സിറ്റുവേഷനിലാണ് ഇന്ത്യ മഹാരാജ്യം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ മറ്റ് യാതൊരുവിധ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങൾ ആത്മാർത്ഥമായി തന്നെ അടൂർ പ്രകാശിന് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വർക്കല നിയോജക മണ്ഡലം പഞ്ചായത്ത് ഭാരവാഹികളായ ഇക്ബാൽ ഇടവ, ഹാമിൽ യാക്കോബ്, ഷാജി മുഹമ്മദ് യൂസഫ്, ഷാജഹാൻ മന്നാനി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡയറി കേരളം, വർക്കല.